ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തന്ന സപ്പോർട്ടിനൊക്കെ ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ ഈ മത്തിയില്ലേ, കുഞ്ഞമത്തി നമുക്ക് മുളകിട്ട് കറിയാക്കുന്ന ആണ്. നമ്മുടെ ഇവിടെ തൃശ്ശൂർ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് കണ്ടിട്ട് നിങ്ങൾക്കും വീട്ടിലൊക്കെ പരീക്ഷിച്ച് നോക്കാം കേട്ടോ. എന്നിട്ട് എനിക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കത് 10 അല്ലെങ്കിൽ 11 നമുക്ക് ചെറുള്ളി വേണം. പിന്നെ അതിനോടൊപ്പം തന്നെ കരിവേപ്പില വേണം. പിന്നെ നമുക്ക് 2 തക്കാളി വേണം. പിന്നെ നമുക്ക് ഒരു 10 അല്ലി നമുക്ക് വെളുത്തുള്ളി വേണം. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു ചെറിയൊരു നമുക്കൊരു ഇഞ്ചി വേണം. പിന്നെ നമുക്ക് ഒരു 5 മുളക് വേണം. പിന്നെ നമുക്ക് ഒരു 4-5 എണ്ണം നമുക്ക് കുഞ്ഞുള്ളി വേണം കേട്ടോ. പിന്നെ നമുക്ക് അതിനോടൊപ്പം തന്നെ നമുക്ക് പുളി വെള്ളത്തിലിട്ട് വെച്ചതുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഉള്ളി ഇതിലേക്ക് നമുക്ക് ചതയ്ക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ. പിന്നെ നമുക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി, ഇങ്ങനല്ലേ നിൽക്കല്ലേ. അപ്പോൾ ഇത് നമ്മൾ ചതച്ചിട്ടുണ്ട്. നമ്മൾ ആ പാത്രം ഓപ്പൺ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇത്രയേ ഉള്ളൂ, ഇത്ര ചതഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിക്കാതെ തന്നെ നമ്മൾ അടുപ്പയിൽ ചട്ടി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ മുമ്പേ ചതച്ച് വെച്ച ഉള്ളി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ മുളക്, ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് തക്കാളി എടുത്തിട്ട് കട്ട് ചെയ്യാം. നമുക്ക് നടുവേ മുറിച്ചിട്ട് കട്ട് ചെയ്യണം. പിന്നെ നമുക്കത് സെൻറ്ററിൽ കൂടെ ഇങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൈയൊക്കെ സൂക്ഷിക്കണം. പുതുതായിട്ടൊക്കെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ സൂക്ഷിക്കണം. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത് നമുക്ക് തക്കാളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അതിൽ ചേർക്കേണ്ട ചേരുവകളാണ് ഞാൻ കാണിക്കുന്നത്, മസാലകളാണ് കാണിക്കുന്നത്. നമുക്ക് 1 ടീസ്പൂൺ നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ കളറ്, കറിക്ക് നല്ല കളറൊക്കെ വരാനാണ്. അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമുക്ക് മുളക് പൊടിയും ചേർക്കണം. പിന്നെ അതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കാശ്മീരി പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം 1 ടീസ്പൂണ്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഈസി ആയിട്ട് നമ്മൾ മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്കുള്ള കരിവേപ്പില നമ്മൾ മുമ്പേ കാണിച്ചില്ലായിരുന്നു, ആ കരിവേപ്പില നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതത്രയും മതി. ഇനി നമ്മൾ ഇതിലേക്ക് നമുക്കിനിയും അടുത്തതിനി നമുക്ക് ചേർക്കേണ്ടത് വെള്ളമാണ്. നമുക്ക് ഇതിൻ്റെ അളവനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് ഈ മസാലയും ഇതും വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ.
ഓരോരുത്തരുടെ രീതിയിലാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ തൃശ്ശൂരിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കടുത്തത് നമുക്കിനി ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മസാലയൊക്കെ വെള്ളത്തിൽ ചേർന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് കത്തിക്കാം കേട്ടോ. ഗ്യാസ് കത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ, നമുക്കിനി 1 ടീസ്പൂൺ, നമ്മൾ മുമ്പേ ഉപ്പ് ചേർത്തില്ലല്ലോ, അപ്പോൾ ഉപ്പ് ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 1 ടീസ്പൂണാണ്, നോക്കിക്കോ, 1 ടീസ്പൂണാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിനി ഈ തക്കാളിയില്ലേ, നമ്മുടെ ഈ തക്കാളി വെന്തിട്ട് ഉടയുന്ന പരുവമില്ലേ, ആ പരുവം ആവുന്ന വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. വേണമെങ്കിൽ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് വറവിടാൻ വേണ്ടിയുള്ള നമുക്ക് കൊച്ചുള്ളി എടുത്ത് നമുക്ക് കുഞ്ഞുകുഞ്ഞാന്ന് നമുക്ക് അരിയാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വാവ്, കണ്ടോ, തിളച്ചു മറിഞ്ഞത് വരുന്നുണ്ടോ? നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉണ്ടോ? ഈ ഒരു പരുവാകുമ്പോഴേ നമ്മൾ ഗ്യാസ് ഒന്ന് സ്ലിമ്മേലിടാം. ഗ്യാസ് ഒന്ന് കുറച്ചിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇനി നമുക്ക് മെയിനായിട്ടും വേണ്ട കാര്യമാണ് നമുക്ക് പുളി. നമ്മൾ മുമ്പ് കാണിച്ചില്ലേ, ആ പുളി നമ്മൾ വെള്ളത്തിലിട്ടത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം പുളിവെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് ടേസ്റ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അതിൽ പുളിയും ഉപ്പും നമുക്കതിൽ എല്ലാ ചേരുവകളും സെറ്റായോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി കേട്ടോ. നല്ലതായിട്ട് പുളി പിടിച്ചിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്, നല്ല രുചിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ എളുപ്പത്തിൽ ഈ മീൻകറി നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് അപ്പോൾ ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മളിപ്പം മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് വേകുന്ന വരെ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ മീൻ ഇവിടെ, മുളകിട്ട മീൻ നമ്മളുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി വറവിടണം. വറവിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്ക് അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ആ ബാക്കി വന്ന മത്തി കൊണ്ട് നമ്മൾ വറക്കാനും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മസാല തേച്ച് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ തീ കത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് പാൻ വെച്ച് കൊടുക്കാം. വറവിടാനുള്ള പാൻ നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. നമുക്ക് അത്യാവശ്യം അത് വറവിന് വേണ്ട അത്രയും ഓയിൽ മതി കേട്ടോ, അധികം എടുക്കണ്ട. നമുക്ക് കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആ എണ്ണ തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് തിളയ്ക്കണം, ചൂടാവണം. തിളയ്ക്കണ്ട, ചൂടായാലും മതി. ചൂടായി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് നമ്മൾ മുമ്പേ അരിഞ്ഞു വെച്ച കുഞ്ഞ് നമ്മുടെ ഉള്ളിയില്ലേ, നമ്മുടെ ചെറുള്ളി, അത് നമുക്കെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം അത് ചേർത്തിട്ട് നമുക്കത് ഒരു ബ്രൗണിഷ് കളറാവുന്ന വരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ഇങ്ങനെ കളർ മാറ്റം വരുമ്പോഴേ നമുക്കത് അറിയാമല്ലോ, ഏകദേശം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ചെയ്യുന്നവർക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് നമുക്കത് മൂത്ത് വന്നിട്ടുണ്ട്, നന്നായിട്ടത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെന്തിരിക്കുന്ന കറിയിലേക്ക് കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഉണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ നമുക്കതൊന്ന് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ കുഞ്ഞമ്മത്തി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പം ഇന്നത്തെ കറികൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചോറിൻ്റെ കൂടെ. അപ്പം നിങ്ങളും ഇതൊക്കെ പരീക്ഷിച്ച് നോക്കണം. നമ്മുടെ കറി ഉണ്ടോ, നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, സ്പൂണിൽ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ കളർ കണ്ടോ, നല്ല ഇതായിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീണ്ടും എൻ്റെ വീഡിയോസൊക്കെ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തരുന്ന സപ്പോർട്ടിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.